നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദേശീയ ദിനം, വിശേഷ ദിവസങ്ങൾ, റമദാൻ, നബിദിനം തുടങ്ങിയ ദിവസങ്ങൾക്ക് മുന്നോടിയായി ഗൾഫ് രാഷ്ട്രങ്ങൾ തടവുകാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിക്കാറുണ്ട്. സൗദിയിലുടനീളം ജയിലുകളിൽ കഴിയുന്ന കൊടിയ കുറ്റവാളികൾ ഒഴികെയുള്ള തടവുകാർക്കാണ് രാജാവ് കഴിഞ്ഞ വർഷം പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ 4358 തടവുകാർക്ക് മോചനം ലഭിച്ചതായി മക്ക ഗവർണറേറ്റ് അറിയിച്ചു. വിവിധ കേസുകളിൽപ്പെട്ട് ജയിലുകളിലായിരുന്ന വിവിധ രാജ്യക്കാരായ ഇത്രയും ആളുകൾക്കാണ് ജയിൽ മോചിതരാവാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും രാജ്യം അവസരം കൊടുത്തത്. കഴിഞ്ഞ വർഷം മക്ക പ്രവിശ്യയിൽ മാത്രം മോചനം ലഭിച്ചവരുടെ കണക്കാണിത്. മക്ക പ്രവിശ്യയിൽ 11.1 കോടി ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തിരിച്ചുപിടിക്കാൻ ഇക്കഴിഞ്ഞ വർഷം സാധിച്ചെന്നും ഗവർണറേറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മക്ക പ്രവിശ്യയിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള നിരവധി ശ്രമങ്ങളെയും തടഞ്ഞു. ഒരു വർഷ കാലയളവിൽ 6 ടൺ മയക്കുമരുന്നുകളാണ് സുരക്ഷാ വകുപ്പുകൾ പിടികൂടിയത്. സിവിൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പൗരരുടെ 3426 കേസുകൾ പരിഹരിക്കുകയും 36,000 കോടതി വിധികൾ നടപ്പാക്കുകയും ചെയ്തു. പ്രവിശ്യയിൽ 5940 തൊഴിൽ കേസുകൾക്കും പരിഹാരം കണ്ടെത്തിയതായും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുന്ന ബവിയിലും സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ മാസ്ക് ധരിക്കണമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി നിർദ്ദേശം നൽകി. മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുന്ന ബവിയിലും സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം. രോഗബാധയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ മക്ക, മദീന പള്ളികളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ മാത്രമല്ല മസ്ജിദുകളുടെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലും മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. JN1 കണ്ടെത്തിയവരിൽ ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. തീവ്രപരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ട കേസുകൾ തീരെയില്ലെന്നും വ്യക്തമാക്കി. COVID-19 മഹാമാരി കാരണം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ 2022 ജൂണിലാണ് സൗദി അറേബ്യ പൂർണ്ണമായും എടുത്തു കളഞ്ഞത്. ഹജ്ജിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയതോടെ കഴിഞ്ഞ വർഷം 18 ലക്ഷം പേർ പുണ്യഭൂമിയിൽ എത്തിയിരുന്നു. ഉംറ സീസൺ ആയതിനാൽ ഇരു ഹറമുകളിലും തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മസ്ജിദുകൾക്ക് ഉള്ളിലും മുറ്റത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ ഉംറ തീർത്ഥാടകരെ രാജ്യത്ത് എത്തിക്കാൻ സൗദി പദ്ധതി തയ്യാറാക്കിയിരുന്നു. സീസണിൽ 1 കോടി ഉംറ വിസകൾ നൽകാനാണ് സൗദി ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.